നമസ്കാരം. റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ. തുഷാരഗിരിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ആളപായമില്ല. യുവതിയെയും മകളെയും വഴിയിൽ ഇറക്കിവിട്ട ബസ് തടഞ്ഞ് പ്രതിഷേധം. ഓട്ടയടച്ചുള്ള റോഡ് പണി വേണ്ട. അഗസ്ത്യമൊഴിയിൽ കുഴി അടക്കാനുള്ള നീക്കം തടഞ്ഞ് നാട്ടുകാർ. പി കൃഷ്ണപിള്ള ദിനാചരണം സംഘടിപ്പിച്ച് CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി. മരണ അറിയിപ്പ്. വാർത്തകൾ വിശദമായി. തുഷാരഗിരിക്ക് സമീപം വട്ടച്ചിറയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കാറിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ ആളപായമില്ലാതെ രക്ഷപ്പെട്ടു. കാർ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ബാലുശ്ശേരി ഉള്ളിയേരി സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറാണ് കത്തി നശിച്ചത്. മുക്കം അഗ്നിരക്ഷാസേന എത്തി തീ പൂർണ്ണമായും അണച്ചു. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത യുവതിയെ മകളെയും നഗരത്തിലേക്കുള്ള യാത്രയ്ക്കിടെ പൊറ്റമ്മൽ ഭാഗത്ത് വഴിയിലിറക്കി വിട്ട് പകരം സംവിധാനം ഏർപ്പെടുത്താതെ ബസ് തിരിച്ചുപോയ സംഭവത്തിൽ DYFI പ്രവർത്തകർ കുന്നമംഗലത്ത് ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 മുക്കത്ത് നിന്ന് നഗരത്തിലേക്ക് വരുന്ന ബസ്സാണ് തടഞ്ഞത്. ഇതേ തുടർന്ന് ജീവനക്കാർ ട്രിപ്പ് അവസാനിപ്പിച്ചു. കഴിഞ്ഞ 14-ാം തീയതി കെട്ടാങ്ങലിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത യുവതിയെയും മകളെയും പൊറ്റമ്മലെത്തിയപ്പോൾ യാത്രക്കാർ കുറവായതുമൂലം ട്രിപ്പ് അവസാനിപ്പിച്ച് വഴിയിൽ ഇറക്കിവിടുകയും വഴിയിൽ ഇറങ്ങില്ലെന്ന് പറഞ്ഞപ്പോൾ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് തടഞ്ഞത്. സ്ഥലത്തെത്തിയ കുന്നമംഗലം ഇൻസ്പെക്ടർ S. കിരണുമായി ചർച്ച നടത്തി നടപടി സ്വീകരിക്കും എന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പിന്നീട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും ബസ് ജീവനക്കാരുടെ നടപടിക്കെതിരെ പ്രതിഷേധം നടത്തി. മുക്കം കോഴിക്കോട് റോഡിലെ അഗസ്ത്യൻമൊഴി ആലിൻചുവടിന് സമീപം രൂപപ്പെട്ട കുഴി കോൺക്രീറ്റ് മിക്സിംഗ് ഉപയോഗിച്ച് താൽക്കാലികമായി അടയ്ക്കാനുള്ള നീക്കം തടഞ്ഞു നാട്ടുകാർ. ഇടയ്ക്കിടെ ഇവിടെ രൂപപ്പെടുന്ന കുഴി ശാശ്വതമായി അടക്കുന്നതിന് സംവിധാനം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എതിർപ്പിനെ തുടർന്ന് കുഴിയിൽ നിക്ഷേപിച്ച കോൺക്രീറ്റ് മിക്സ് പണിക്കാരെ കൊണ്ട് തിരികെ എടുപ്പിക്കുകയും ചെയ്തു. 5-ലധികം തവണ ഇതേ രീതിയിൽ താൽക്കാലിക ഓട്ടയടക്കങ്ങൾ നടത്തിയെങ്കിലും ഒരാഴ്ച പിന്നിടുമ്പോൾ കുഴി വീണ്ടും രൂപപ്പെടുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഇനിയും കുഴിയുണ്ടാവാതിരിക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ ടാറിംഗ് പൂർത്തിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കുഴിയിൽ ചാടി അപകടമുണ്ടാകുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഇതേ റോഡിലെ അഗസ്ത്യൻമൊഴിക്കും മാമ്പറ്റയ്ക്കുമിടയിൽ രൂപപ്പെട്ട നിരവധി കുഴികൾ ഇതുപോലെ താൽക്കാലികമായി അടച്ചു പോവാറുണ്ടെങ്കിലും വീണ്ടും ഗർത്തമായി മാറുന്ന അവസ്ഥയ്ക്കും മാറ്റമില്ല. CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P കൃഷ്ണപിള്ള ദിനാചരണം സംഘടിപ്പിച്ചു. മുക്കം മത്തായി ചാക്കോ മന്ദിരത്തിൽ നിന്നാരംഭിച്ച് നോർത്ത് കാരശ്ശേരിയിൽ സമാപിച്ച പ്രകടനവും പൊതുയോഗവും നടന്നു. നോർത്ത് കാരശ്ശേരി ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി VK വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ലിൻഡോ ജോസഫ് MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നാസർ കൊളായി, ജോണി ഇടശ്ശേരി, KT ബിനു, ദീപു പ്രേംനാഥ്, ജലീൽ കൂടരഞ്ഞി എന്നിവർ സംസാരിച്ചു. KP ഷാജി സ്വാഗതവും K. ശിവദാസൻ നന്ദിയും പറഞ്ഞു. മരണം. ചെറുവാടി പാറപ്പുറത്ത് പരേതനായ കുട്യാലി മാസ്റ്ററുടെ ഭാര്യ ആമിന നിര്യാതയായി. മയ്യത്ത് നമസ്കാരം ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് ചെറുവാടി ജുമാ മസ്ജിദിൽ നടന്നു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.